ഇപ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നതാ. ചൂണ്ടയിൽ എൻ്റെ മീൻ കുടുങ്ങുവാണെങ്കിൽ അത് ഗ്രില്ല് ചെയ്യുന്ന വീഡിയോയും കൂടി എടുക്കാം. നമുക്ക് ഏകദേശം 1K സബ്സ്ക്രൈബർ ആവണമെങ്കിൽ ഇനിയും 220 പേരൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. ലൈക്ക് ചെയ്യണം. 600-700 വ്യൂസ് ഉണ്ടെങ്കിൽ ആരും കമൻറ്റ് ബോക്സിൽ കൂടി അഭിപ്രായം ഒന്നും പറയുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസ് തുടക്കം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ കാണും. പക്ഷേ അതൊക്കെ നിങ്ങളൊക്കെ ക്ഷമിച്ചിട്ട് ഞങ്ങളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരാൾ കുടുങ്ങിയിട്ടുണ്ട്. ഒരു 2 കിലോ വരുന്നൊരു വാളയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന വീഡിയോയും കൂടി എടുക്കാം. എല്ലാവരും മുഴുവൻ വീഡിയോയും കാണണം. അപ്പോൾ ആദ്യം മീനൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ മുള്ളിനൊക്കെ നല്ല കട്ടിയായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഈസി ആയിട്ടൊന്നും ഇത് വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെട്ടുകത്തിയൊക്കെ വെച്ചിട്ട് സൈഡിലെ മുള്ളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. വാല് മാത്രം കത്രികയ്ക്ക് കണ്ടിക്കാം. വെട്ടുകത്തി വെച്ചിട്ടാണ് സൈഡിലെ മുള്ള് കട്ട് ചെയ്യുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യിലൊക്കെ കുത്തിക്കയറും. നല്ലപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് ഒരുവിധമൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇത് ഉളുമ്പിൻ്റെ സ്മെല്ല് ഇച്ചിരി കൂടുതലായതുകൊണ്ട് വാഷ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കുറച്ച് സമയം എടുക്കും. വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടാൻ വേണ്ടി വരഞ്ഞു കൊടുക്കാം. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് ചെറിയ ഉള്ളി വേണം, സവാള വേണം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം, പച്ചമുളക് ഒരു 2 എണ്ണം, കറിവേപ്പില. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും ഇതൊക്കെ അതിലോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നോർമലായിട്ട് ഒരു ഈസി ആയിട്ടൊരു ഗ്രില്ല് ചെയ്യുന്ന റെസിപ്പിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ പുറത്താണ് പറ്റത്തുള്ളൂ. അപ്പം മഴയായതുകൊണ്ട് നടക്കത്തില്ലല്ലോ. പുറത്തെ കുക്കിംഗ് ഒന്നും ഇപ്പോൾ നടക്കത്തില്ല, നല്ല മഴയല്ലേ. അപ്പം ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തിടാൻ വേണ്ടി ഒരു നോർമലായിട്ട് ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് പകുതി വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി ഡീപ് ഫ്രൈ വേണ്ട. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി പകുതിയോളം വഴറ്റിയെടുത്തിട്ട് നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ കാശ്മീരി ചില്ലി കൂടുതലും ചേർക്കുവാണെങ്കിൽ എരിവ് കുറഞ്ഞിരിക്കും, കളറും കിട്ടും, ഗ്രേവിക്ക് നല്ല തിക്നെസ്സും കിട്ടും. അതുകൊണ്ട് കൂടുതലും കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ ഗരം മസാലപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടി എത്ര വേണമെങ്കിലും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഈ പൊടികൾ കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലൂടെ വറ്റി വരുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ നമ്മളിനി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലോട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല തേച്ച് പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ വിരൽ വെച്ച് ആ ഉള്ളിലോട്ടൊക്കെ മസാല നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ദശയിലൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് ടൈം അത് റെസ്റ്റ് ചെയ്യാനും വെക്കണം. ഒരു 30 മിനിറ്റ് നമ്മൾ എന്താണേലും വെക്കണം. ഉള്ളിലോട്ടൊക്കെ നമ്മൾ മസാല തേച്ച് കൊടുക്കുവാണ്. പിന്നെ അതിൻ്റെ വയറ് ഭാഗമില്ലേ, അതിലോട്ട് നമ്മൾ മസാല കുറച്ച് അകത്തോട്ട് കൈ വെച്ച് തേച്ച് കൊടുക്കണം. എന്നാലേ അകത്തെ ദശയിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് മറുവശത്തും കൂടി ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാം.
നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാഴയില നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഒട്ട് തളിരില എടുക്കാതെ കുറച്ച് കട്ടിയുള്ള ഇല വാട്ടിയെടുത്തില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനും വെച്ചു. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയിലോട്ട് പോകാം. വാഴയില നല്ലപോലെ പൊതിഞ്ഞ് കിട്ടി. ഫോയിൽ പേപ്പറിലും കൂടെ പൊതിഞ്ഞ് വെട്ടണം. ഇപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ വശം നല്ലപോലെ പൊള്ളി വരുമ്പോൾ തിരിച്ച് മറുവശവും കൂടെ നമുക്ക് പൊള്ളിച്ചെടുക്കണം. ഒരു ശകല സമയം എടുക്കും. കളറൊക്കെ മാറി വരുമ്പോൾ വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ. മറുവശവും കൂടെ പൊള്ളിച്ചെടുത്ത് മീൻ റെഡി ആയിട്ടുണ്ട്. അഴിക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഫ്രഷ് മീനും കൂടെ ആയതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റാണ്. നമുക്ക് വളരെ സൂക്ഷിച്ച് ഫോയിൽ പേപ്പർ മാറ്റി വരുമ്പോഴേ ഭയങ്കര മണമാണ്. ഇനി വാഴയിലയും കൂടെ പൊതിഞ്ഞ് അഴിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമല്ലോ. ചപ്പാത്തിയോ പൊറോട്ടയോ പിന്നെന്താ ചോറ്, പാലപ്പം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ ഓക്കെ, ബൈ.